السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. اتقوا الله عباد الله. അബ്ദുല്ലാഹി ബിൻ അബ്ബാസിന് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയുകയാണ്, ഹീന സ്വാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ആശൂറാ വഅമറ ബിസിയാമിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആശൂറാൻ്റെ ദിവസം നോമ്പ് അനുഷ്ഠിക്കുകയും ആ നോമ്പ് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയും ചെയ്തപ്പോൾ ഖാലു, സഹാബാക്കൾ റളിയല്ലാഹു അൻഹും പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നഹു യൗമുൻ തുഅള്ളിമുഹു അൽ യഹൂദു വൻ നസാറ. ഈ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂതന്മാരും നസ്രാനികളുമായിട്ടുള്ള ആളുകൾ ബഹുമാനം കൽപ്പിക്കുന്ന, ആദരവ് കൽപ്പിക്കുന്ന ദിവസമാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയം അവിടുന്ന് പറഞ്ഞു, ഫഇദാ കാനൽ ആമുൽ മുഖ്ബിലു ഇൻഷാ അല്ലാഹ് സുംന അൽ യൗമ അത്താസിഅ. ഇനിയൊരു ദിവസം ഇനിയൊരു വർഷത്തേക്ക് വരാൻ ഇരിക്കുന്നുണ്ട് എങ്കിൽ സുംന അൽ യൗമ അത്താസിഅ, നമ്മൾ 9ാമത്തെ ദിവസം കൂടെ നോമ്പ് അനുഷ്ഠിക്കും. റാവി പറയുകയാണ്, ഫലം യഅ്തിൽ ആമുൽ മുഖ്ബിലു ഹത്താ തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ തൊട്ടടുത്തൊരു വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നില്ല. അതിനു മുമ്പ് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നാണ്. സമാനമായ ആശയത്തിൽ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ല ഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന അത്താസിഅ. ഇനിയൊരു വർഷം വരാനിരിക്കുന്നുണ്ട് എങ്കിൽ 9ാമത്തെ ദിവസം കൂടെ ഞാൻ എന്ത് ചെയ്യും, നോമ്പ് അനുഷ്ഠിക്കുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി കൊണ്ട് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഒരു ചെറിയ ളഅഫുള്ള, ഒരു ദുർബലതയുള്ള മറ്റൊരു ഹദീസിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂമു യൗമ ആശൂറ. നിങ്ങൾ ആശൂറാന്റെ ദിവസം നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക. വഖാലിഫു ഫീഹിൽ യഹൂദ. എന്നിട്ട് ആ ദിവസം നിങ്ങൾ ആ വിഷയത്തിൽ നിങ്ങൾ ജൂതന്മാരോട് എതിരാവുകയും ചെയ്യുക. എങ്ങനെയാണ് എതിരാകേണ്ടത്? സൂമു ഖബ്ലഹു യൗമൻ ഔ ബഅദഹു യൗമൻ. നിങ്ങൾ അതിൻ്റെ മുമ്പുള്ള ഒരു ദിവസമോ അതിൻ്റെ ശേഷമുള്ള ഒരു ദിവസമോ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് നിങ്ങൾ ജൂതന്മാരോട് എതിരാവുകയും ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. ഈ ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് മുഹറം 9, അതായത് താസുആ, അതുപോലെ തന്നെ മുഹറം 10 ആശൂറാന്റെ ദിവസത്തെ നോമ്പ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതൊരു സുന്നത്തായ നോമ്പാണ്. മാത്രമല്ല, അത് 9ാമത്തെ ദിവസം ആർക്കെങ്കിലും നോമ്പ് അനുഷ്ഠിക്കാൻ വല്ല പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, 11ാമത്തെ ദിവസവും കൂടെ നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്യാം, ജൂതന്മാർക്ക് എതിരായിക്കൊണ്ട് എന്ന്. ഇതിൻ്റെ പ്രതിഫലത്തെ പറ്റി റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്തസിബു ഇൻദല്ലാഹി അൻ യുകഫിറ സന. ഒരു വർഷത്തെ പാപങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു നോമ്പ് കൊണ്ട് പരിഹരിക്കാൻ അത് കാരണമായി തീരുമെന്നൊക്കെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ കഴിയുന്ന ആളുകളൊക്കെ മുഹറം 9, 10 ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഉള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യുക, നമ്മൾ നോമ്പ് നോൽക്കുക. അതുപോലെ തന്നെ പല ആളുകൾക്കുമുള്ള ഒരു സംശയമാണ്, പലപ്പോഴും പല നാടുകളിലും പല രൂപത്തിലാണല്ലോ മുഹറം 9ഉം 10ഉം ഒക്കെ വന്നിട്ടുള്ളത് എന്നുള്ളത്. അത് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ പരിഗണിക്കേണ്ടുന്ന ആവശ്യമില്ല. നമ്മൾ നമ്മുടെ കാഴ്ചക്കനുസരിച്ചുകൊണ്ടാണ്, നമ്മുടെ നാട്ടിൽ എങ്ങനെയാണോ കണ്ടത് അതിനനുസരിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ നോമ്പ് അനുഷ്ഠിക്കേണ്ടത്. ഇനി ചിലപ്പോൾ ചില ആളുകൾ പറയും 2 ദിവസത്തെ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ 1 ദിവസത്തെ വ്യത്യാസമുണ്ട്, അപ്പോൾ എങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടത്? 2 ദിവസത്തെ വ്യത്യാസം വരിക എന്ന് പറഞ്ഞാൽ അതൊരു മുഹാലായ ഒരു സംഭവം, അതൊരു അസംഭവ്യമായ ഒരു സംഭവമൊന്നുമല്ല. നേരെ മറിച്ചിട്ട് അത് വാക്യ ആകാൻ സാധ്യതയുള്ള സംഗതിയാണ്. അതിപ്പോൾ സംഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് മുൻഗാമികളായ ആളുകൾക്കിടയിലും അത് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ അവർക്ക് പരസ്പരം, ആ നാടുകൾക്ക് പരസ്പരം അറിയാത്തത് കൊണ്ട് എന്ത് ചെയ്യാണ്, അത് അറിയാതെ പോയതാണ്. പക്ഷേ നമ്മൾ ഇന്നത്തെ സാഹചര്യം വെച്ചുകൊണ്ട് നമ്മൾക്ക് അറിയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ 2 ദിവസത്തെ വ്യത്യാസം നമ്മൾ എന്ത് ചെയ്തു, അറിഞ്ഞു എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദുൽഹിജ്ജയിലെ ആവട്ടെ, അതുപോലെ തന്നെ ദുൽഖഅദ ആവട്ടെ, അതൊക്കെ അറബ് നാടുകളിൽ 29ആണ് കിട്ടിയത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 30ഉം പൂർത്തിയാക്കിക്കൊണ്ടാണ് ആ മാസങ്ങളിലേക്ക് കടന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 2 ദിവസത്തെ വ്യത്യാസം വരിക എന്നുള്ളതൊക്കെ അതൊരു സ്വാഭാവികം മാത്രമാണെന്ന് കൂടെ അതിന് കൂട്ടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.